ഗോൾഡൻ കളർ അടിച്ചിട്ടുള്ള ടെറാക്കോട്ടയിലുള്ള ഒരു ബുദ്ധനെ നമ്മൾ വുഡിൻ്റെ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മളെ വർക്ക് കഴിഞ്ഞ് പോവാറായ സമയത്താണ് അവിടുത്തെ സാറ് പറയുന്നത് ഇതിനെ വുഡാക്കി തരാൻ പറ്റുമെന്ന്. അപ്പോൾ നമ്മൾ കമ്പനിയിലുള്ള പെയിൻറ്റുകൾ, വേസ്റ്റ് പെയിൻറ്റൊക്കെ കുറച്ച് അവിടെ ഇവിടെയൊക്കെ ഇരിക്കുന്നതൊക്കെ എടുത്ത് ഒരു തേക്കിൻ്റെ കളർ ഉണ്ടാക്കി അതിന് മുകളിൽ അടിക്കുകയാണ്. നമുക്ക് പെട്ടെന്ന് ഉണങ്ങണ പെയിൻറ്റ് വേണം. അപ്പോൾ ഇതിന് അടിച്ചിരിക്കുന്നത് എനാമൽ ഗോൾഡായിരുന്നു. അപ്പോൾ അതിൻ്റെ മുകളിൽ നമുക്ക് NC പെയിൻറ്റ് അടിച്ചാലാണ് പെട്ടെന്ന് വരയ്ക്കാൻ പറ്റുക. അപ്പോൾ NC പെയിൻറ്റ് ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ സിമ്പിളായിട്ട് അടിച്ച് എടുത്ത് അതിൻ്റെ മുകളിൽ ഒരു 10 മിനിറ്റൊക്കെ കഴിഞ്ഞാൽ നമുക്ക് വരയ്ക്കാം. വേറെ ഇനാമൽ പെയിൻറ്റൊക്കെ അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ദിവസമൊക്കെ കഴിഞ്ഞിട്ട് ചിലപ്പോൾ വരയ്ക്കാൻ പറ്റുള്ളൂ, അത് ഉണങ്ങിയെന്ന് വരില്ല. അപ്പോൾ പിന്നെ ഈ പ്രതിമയിൽ നമ്മൾ കളർ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. കമ്പിൻ്റെ ഡിസൈനൊന്നും അധികം വരയ്ക്കാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യം അറിഞ്ഞിരിക്കേണ്ട കാര്യം. കാരണം ഇതിൻ്റെ ഫേസിലൊക്കെ നമ്മൾ ഡിസൈൻ വരച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഫേസ് തന്നെ അങ്ങ് മാറിപ്പോവും. കാരണം നമ്മൾ കണ്ണും മൂക്കും ചുണ്ടൊക്കെ വരുന്ന ഭാഗങ്ങളിൽ വല്ല ഡിസൈനൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അത് നമുക്കൊരു വൃത്തികേടായിട്ടാണ് വരിക. നമ്മുടെ മുഖത്ത് കൺമഷിയൊക്കെ തേച്ച് വെച്ചതുപോലെ ആയിരിക്കും അങ്ങനെ ഡിസൈൻ വരച്ചാൽ. അപ്പോൾ നമ്മളെപ്പോഴും ഇങ്ങനെയുള്ള ഫിഗറുകളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഷെയ്ഡ് കൊടുക്കുക അതിന് കൂടുതലായിട്ട്. അപ്പോൾ അതൊരു ഒറിജിനൽ വുഡിൻ്റെ ഫീൽ നമുക്ക് തോന്നും. അകലെ നിന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പെട്ടെന്നൊരു വുഡാന്ന് തോന്നും. അതല്ലാതെ നമ്മൾ അതിന് മുകളിൽ ഡിസൈൻ വേണമെന്ന് വെച്ച് വരച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് വൃത്തികേടായി പോകും.